ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. 133 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. 40 മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അജിംഷാദ്, ഇത്തരത്തിൽ വലിയ രാജ്യത്തെ തന്നെ നടുക്കിക്കൊണ്ടുള്ള വിമാന അപകടം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. കാരണം 133ലേക്ക് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. 242 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പകുതിയോളം വരുന്ന ആളുകൾ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്ത അഹമ്മദാബാദിൽ നിന്നും വരികയാണ്. രാജ്യത്തെ തന്നെ നടുക്കിക്കൊണ്ടുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താവുന്നതാണ്. 40 മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതിൽ ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് ഈ മരണപ്പെട്ട 133 പേർ ആരൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നും ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ മൃതദേഹങ്ങൾ പലതും കത്തിക്കരഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് എന്നുള്ള കാര്യമാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഈ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഈ പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും മരണസംഖ്യ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഉയർന്നേക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടക്കുന്നത്. നേരത്തെ 30 പേരുടെ മരണമായിരുന്നു സ്ഥിരീകരിച്ചത്. ഇപ്പോൾ അത് 133 പേരുടെ മരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആളുകളുടെ ഒരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ള ആളുകളുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ആന്തരിക അവയവങ്ങൾ അടക്കം പൊള്ളലേറ്റിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കും എന്നുള്ള കാര്യം ഇപ്പോൾ വലിയ ആശങ്കയിൽ തന്നെ തുടരുകയാണ്. അതോടൊപ്പം വിജയ് രൂപാണിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അത്തരത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പോലും ഈ അപകടത്തിന് ഇരയായിട്ടുണ്ട്. 133 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ 150ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് അഹമ്മദാബാദിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ഒരു അനുമാനത്തിലേക്ക് തന്നെ ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ്. 133 പേർ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. എന്തായാലും രാജ്യത്തെ തന്നെ നടുക്കിയിട്ടുള്ള ഒരു ആകാശ ദുരന്തം തന്നെയാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ 110 ആയിരുന്നു, ഇപ്പോൾ 133 പേരുടെ മരണസംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.